ശാന്തമായി പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു ഞായറാഴ്ച പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലേക്കൊരു അതിഥി വന്നു. അതും ക്ഷണിക്കപ്പെടാതെ. അവൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, മലമേൽപ്പാറയിൽ പോവുക എന്നുള്ളതാണ്. സമയം ഏകദേശം 5:30 ആയപ്പോഴാണ് ജിംസ് വന്ന് മലമേൽപ്പാറയിൽ പോകാമെന്ന് പ്ലാൻ ഇട്ടത്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതി. ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു അവസാനമായി ഞാൻ ഒരു വ്ലോഗ് ചെയ്തത്. അതിനുശേഷം ഒരുപാട് വീഡിയോസ് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിലും സമയം കിട്ടാറില്ല. അതുമാത്രമല്ല, മടിയാണ് ഏറ്റവും വലിയ കാര്യവും. എങ്കിൽ പിന്നെ ഇതുപോലെ പോകുന്ന അപ്രതീക്ഷിത യാത്രകളെല്ലാം വീഡിയോ എടുത്തിടാമെന്ന് ഞാനും കരുതി. മലമേൽപ്പാറയിൽ ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. ഈ മലമേൽപ്പാറ എന്ന് പറയുമ്പോൾ ഒരു പാറ മാത്രമല്ല കേട്ടോ ഇവിടെയുള്ളത്. ഇത് കൂടാതെ തന്നെ ഒരുപാട് പാറകൾ ഇവിടെയുണ്ട്. 6ഓളം വലിയ പാറകളും ബാക്കി ചെറിയ പാറക്കൂട്ടങ്ങളും ചേർന്നതാണ് ഈ മലമേൽപ്പാറ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ കൊല്ലം ജില്ലയിലുള്ള അഞ്ചലിലേക്ക് വരിക. ഇവിടെ നിന്ന് ഏറം തടിക്കാട് വഴി നിങ്ങൾക്ക് ഇവിടേക്ക് വരാവുന്നതാണ്. ഒരുപാട് വഴികൾ വേറെ ഉണ്ടെങ്കിലും അതിലൊന്ന് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പാറകൾ ഇവിടെ ഉണ്ടെങ്കിലും അതിലെല്ലാത്തിലൊന്നും കയറുന്നില്ല, ഒരെണ്ണത്തിൽ മാത്രമേ കയറുന്നുള്ളൂ. ഇതുമാത്രമല്ല, ഇതേപോലെ തന്നെ ഈ അഞ്ചലിനെ ചുറ്റിപ്പറ്റി വേറെയും കിടിലം പ്ലേസുകളുണ്ട്. കോട്ടുകൽ കേവ്, കുടുക്കത്തിപ്പാറ, ജഡായുപ്പാറ, പാം എസ്റ്റേറ്റ്, തെന്മല, റോസ്മല, രാജത്തോട്ടം, അമ്പനാട് ഹിൽസ് എന്നിങ്ങനെ വേണ്ടുന്ന ഒട്ടനവധി സ്ഥലങ്ങൾ. ഇതിലെ അമ്പനാട് ഹിൽസ് കൊല്ലത്തിന്റെ മിനി മൂന്നാർ എന്നാണ് അറിയപ്പെടുന്നത്. ആയിരവല്ലി പാറയായിരുന്നു ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പാറ. പക്ഷെ അതിപ്പോൾ ഇല്ല, അവർ പൊട്ടിച്ചെടുത്തു. അതിനുശേഷമുള്ള ഉയരം കൂടിയ പാറയാണ് ഈ കാണുന്നത്. അതിൻ്റെ ടോപ്പിലേക്കാണ് ഞങ്ങൾ ഈ പോകുന്നത്. ഈ കാണുന്ന പാറക്കെട്ടുകളിലൂടെ പിടിച്ചു വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ. ഇടിമിന്നലിൽ നശിച്ചുപോയ പണ്ടത്തെ ഫോറസ്റ്റിൻ്റെ വയർലെസ് സ്റ്റേഷൻ്റെ കെട്ടിടം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഈ കാണുന്ന 2 വലിയ പാറക്കെട്ടിൻ്റെ നടുവിലൂടെ വേണം നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട്. കയറുന്നത് കുറച്ച് പ്രയാസമാണെങ്കിലും മേളിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വ്യൂ അത് അടിപൊളിയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യ തിരക്കുണ്ട് ഇവിടെ. ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ വന്നിരുന്ന് സൺസെറ്റ് കാണാൻ പറ്റിയ സ്പോട്ടാണ് ഈ മലമേൽപ്പാറ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ നാടുകാണിപ്പാറയിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തങ്കശ്ശേരിയിലെ ലൈറ്റ് ഹൗസിൻ്റെ വെളിച്ചവും, ചടയമംഗലത്തുള്ള ജഡായുപ്പാറയും, കൊടുക്കുത്തിപ്പാറയും, കുളത്തൂപ്പുഴയിലെ വനവും, കൊട്ടാരക്കരയിലെ മരുതിമലയുമെല്ലാം കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ ചടയമംഗലത്തെ ജഡായുപ്പാറയാണ് ആ ദൂരെയായി കാണാൻ കഴിയുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. അതുകൊണ്ട് ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയുമായിട്ടും ഒക്കെ വന്നിരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും. സൂര്യൻ ചേട്ടൻ ഏകദേശം ഇവിടുന്ന് ബൈ ബൈ പറയാറായി. അതുകൊണ്ട് തന്നെ ഞങ്ങളും തിരികെ പോകാമെന്ന് കരുതി. സുരക്ഷാ വേലികളോ കൈവരികളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ച് വേണം ഇതുവഴി നടക്കാനും പോകാനുമെല്ലാം. ഈ പാറയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാവാം ഈ പാറയ്ക്ക് നാടുകാണിപ്പാറ എന്ന് പേര് വന്നതും. സമയം ഏകദേശം 6:45 കഴിഞ്ഞെങ്കിലും ഒരുപാട് പേർ ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു അൺപ്ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ സ്പോട്ടും എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നിങ്ങൾ വൺസ് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് പോലെയല്ല ഗൈസ്, നിങ്ങൾക്കതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നിങ്ങളിവിടേക്ക് വരുവാണെങ്കിൽ തന്നെ ഒരു 1 ഡേ ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്ത് വരുന്നതായിരിക്കും ബെറ്റർ.
കാരണം ഇതിൻ്റെ അടുത്തായി തന്നെ കുടുക്കുത്തിപ്പാറയും ജഡയുപ്പാറയും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ വന്നാൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ കപ്പിൾസായിട്ട് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പണ്ട് ഇവിടെ ടിക്കറ്റിൻ്റെ കൂടെ 1 മണിക്കൂർ സമയം എഴുതി കൊടുക്കുമായിരുന്നു. അതിപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ 1 മണിക്കൂർ മാത്രമേ സമയം കിട്ടത്തുള്ളൂ. അതിനുള്ളിൽ എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 20 രൂപയും സീനിയർ സിറ്റിസൺസിനും കുട്ടികൾക്കും 10 രൂപയും ക്യാമറ കൊണ്ടുവന്നാൽ 200 രൂപയുമാണ്. അപ്പോൾ കൊല്ലം ജില്ലയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ വരുമ്പോൾ നിങ്ങൾ ഈ മലമേൽപ്പാറ മറക്കേണ്ട ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളില്ലേ, കുടുക്കുത്തിപ്പാറ, റോസ്മല, തെന്മല, രാജത്തോട്ടമെല്ലാം, അവിടെയെല്ലാം പോയി വീഡിയോ എടുത്തിടാനും പ്ലാൻ ഉണ്ട്. സോ പുതിയ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വരയുടെ വിശേഷങ്ങളും തുടരും, യാത്രയുടെ വിശേഷങ്ങളും തുടരും. ബൈ ഗൈസ്.